ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് ഉമ്മക്ക് ഫർത്ത വാങ്ങാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോകാൻ കരുതിയിട്ടാണ്. അപ്പോൾ ഉമ്മക്ക് ചെറിയൊരു മാരേജൊക്കെ വരികയല്ലേ. അപ്പോൾ ഉമ്മാൻ്റെ കല്യാണം എന്നല്ല, ഉമ്മാൻ്റെ ആങ്ങളും തൊട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫർത്ത എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അയാനൂന് തൊപ്പിനും തലം വരുന്ന ഇഷ്ടമല്ല. അപ്പോൾ അയാനിങ്ങനെ തട്ടി കളിയുമ്പോൾ പിന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ ഓന് കുറേ നടന്നപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയത് ഓനെടുത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ ഭയങ്കര കുടയിലൊക്കെ. പിന്നെ ഞങ്ങളിങ്ങനെ കാട്ടുകൂടിയൊക്കെ പോകണണ്ടാൽ ഞങ്ങൾ കൂടി വല്ല പട്ടിക്കാട്ടിലാന്നൊന്നും കരുതരുത്. ഇത് കുറുക്ക് വഴി ഞങ്ങൾ പോണതാണ്. കുറുക്കിന് വന്ന് പിന്നെ റൂട്ടിന് കയറും. റൂട്ടിന് വന്നാൽ പിന്നെ ബസ് കിട്ടും. ബസ് കയറിയാൽ പിന്നെ സീറ്റ് കിട്ടും. സീറ്റ് കിട്ടിയാൽ പിന്നെ നമ്മൾ ഇരിക്കും. അങ്ങനെ പിന്നെ അയാനും ആണെങ്കിലോ ആദ്യമായിട്ട് ബസ് കയറിയാലേ അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് കസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചിറിച്ചേരലൊക്കെ തുടർച്ചയായാലും പിന്നെ എനിക്ക് ഉമ്മാൻ്റെ അപ്പുറത്തേന് സീറ്റൊക്കെ കിട്ടി. പിന്നെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ചിറിച്ച് വരും. എനിക്ക് എന്താ പറയുക, ഭയങ്കര പൊലിവ് എന്തിലോ കയറിക്കല്ലേ. പിന്നെ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി നേരെ ഫർദക്കാടിക്ക് കയറി. ഫർദക്കാടി കയറിയപ്പോൾ ഉമ്മാക്കാണെങ്കിലേ ഇപ്പോഴത്തെ പുതിയ മോഡൽ ഫർദയൊന്നും പറ്റില്ല. ഉമ്മാക്കൊരു കല്ലും മുത്തും ഒന്നും ഇല്ലാത്ത ഫർദാണ്. അങ്ങനത്തെ ഫർദായിരിക്കും ഒരു കടയിലുണ്ടാവില്ല. ഉമ്മാക്ക് തുണി എടുത്ത് തന്നെ അടുപ്പിച്ചേണ്ടി വരും. അങ്ങനെ കല്ലും മുത്തും ഇല്ലാത്ത ഫർദ ആ കടയിലില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ ഉമ്മ വേറൊരു കടയിൽ കയറി. ആ കടയിൽ ഉമ്മക്ക് പറ്റിയൊന്നുമില്ല. പുറത്തുനിന്ന് തന്നെ നോക്കി ഉമ്മയോട് പോരി. പിന്നെ ഞങ്ങൾ മൂന്നാമതൊരു കടയിൽ കയറി. ഉമ്മ അടങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ അയാനൂനിങ്ങനെ പിരാന്ത് പിടിച്ചപ്പോൾ ഞാൻ പിന്നെ അയാനൂനിങ്ങനെ കഷ്ടപ്പെട്ട് ഒപ്പിച്ചാണ് ഉമ്മാൻ്റെ ഫർദ എടുക്കൽ കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ അവസാനം ഉമ്മാക്ക് അവിടെ നിന്നും ഫർദ കിട്ടിയില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ കളിയൊക്കെ അവിടുന്ന് മെല്ലെ മെല്ലെ അവസാനിപ്പിച്ചു. കാരണം ഉമ്മക്ക് ഫർദ കല്ലുമുത്തില്ലാത്ത ഫർദ അവിടെ ഇല്ല പറഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങനെ ബസ് കയറി വീട്ടിലേക്ക് പോന്നു. അയാനും അനി ബസ്സിൽ നിന്ന് തന്നെ ഉറങ്ങിയിരുന്നു. അപ്പം അത് കാരണം അവനെ തോളിൽ വെച്ചാൽ പോന്നു. പിന്നെ ഉമ്മ കുഴങ്ങിയപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് വന്ന് പോകരുത് വെച്ചിട്ട് അവനാണെങ്കിൽ ഉറക്കടത്തിൻ്റെ മേതാണ് ശരിയാവണില്ല. പിന്നെ അങ്ങനെയൊക്കെ നടന്ന് വീട്ടിലേക്കെത്തി. പിന്നെ ഞങ്ങൾ ഉമ്മ വാതിൽ തുറക്കല്ലേ. അപ്പോൾ ഇങ്ങനെ പുറത്തിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.